നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖ ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപനം. നമസ്കാരം സർ. നമസ്കാരം. ഇത് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് ആണ് നമ്മൾ ആദ്യമായിട്ട് കിടക്കുന്നത്. നിങ്ങളുടെ ചോദ്യം തന്നെയാണ്. അതായത് എനിക്ക് 1 സെന്റ് വസ്തുവാണുള്ളത്. എറണാകുളത്ത് വൈറ്റില ഭാഗത്ത് നിന്ന് ആണ് സനോഷ് എന്ന് പറയുന്ന ഒരു നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് ചോദിച്ചിരിക്കുന്നത്. 1 സെന്റ് വസ്തുവാണുള്ളത്. അപ്പോൾ അതിനകത്ത് വീട് വയ്ക്കാൻ തീരുമാനിച്ചു, പ്ലാനൊക്കെ വരച്ചിരിക്കുകയാണ്. പക്ഷെ പ്രധാനമായിട്ടും അദ്ദേഹം ചോദിക്കുന്ന കാര്യം സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു സ്ഥാനമാണ്. അത് പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പ് ഇത്തരം ചോദ്യങ്ങൾ 2 സെന്റ് വരെയാണെങ്കിൽ അവർക്ക് മാക്സിമം അവർ കോർപ്പറേഷൻ്റെ പരിധിക്കൊക്കെ മാക്സിമം നിന്നുള്ള വീട് വയ്ക്കുമ്പോൾ അവർക്ക് വളരെ കുറച്ച് സ്പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ പ്രധാന വിഷയമായിട്ട് വരുന്നത് ഈ സെപ്റ്റിക് ടാങ്കാണ്. അപ്പോൾ എവിടെ സെപ്റ്റിക് ടാങ്ക് കുഴിക്കണം, എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്നുള്ളതും അതോടൊപ്പം അത് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ ചില സബ് ചോദ്യങ്ങളുമുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഈ നമ്മുടെ വൈറ്റിലയുടെ നമ്മുടെ സുഹൃത്തിൻ്റെ മറുപടിയാണ്. ഈ 1 സെന്റ് ഭൂമിയിലെ വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ കാര്യമാണ്. അതിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു 10-40% മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രശ്നം, സെപ്റ്റിക് ടാങ്ക് എവിടെ കൊടുക്കുക? സെപ്റ്റിക് ടാങ്കിന് എന്തായിരുന്നാലും ഒരു മീറ്റർ വീതിയെങ്കിലും സ്ഥലം വേണം. അതുപോലെ നീളത്തിലെടുക്കാമെങ്കിലും ഒരു 2-2.5 അടിയെങ്കിലും വേണം സ്ഥലം. അപ്പോൾ ഏതായിരുന്നാലും 3 സൈഡും ഇവർക്ക് കൺസെൻറ്റ് കിട്ടും 1 സെൻറ്റ് ആകുമ്പോൾ. ഇപ്പോൾ ഫ്രണ്ട് മാത്രം ഇവർ ഈ 1 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാർ നല്ല പ്രൈം ലൊക്കേഷൻ ആയിരിക്കും. അങ്ങനെയാണ് സാധനം പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട് നല്ല റോഡുമായിരിക്കും. അപ്പോൾ ആ റോഡിലേക്ക് ഇറങ്ങത്തക്ക രീതിയില്ല. അപ്പോൾ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതായാലും 1 മീറ്റർ അവിടെ സ്വാഭാവികമായിട്ട് അവർ വിടാൻ പറയും. അപ്പോൾ ആ 1 മീറ്ററിനകത്ത് തന്നെ സെപ്റ്റിക് ടാങ്ക് നമ്മൾ ക്രമീകരിക്കണം. ചെറിയ അരിയിൽ ആഴത്തിലെടുക്കാം, താഴ്ചയിൽ കുഴിച്ചെടുത്തിട്ട് അതെ അങ്ങനെ മൂലയിൽ വരാതെ കറക്റ്റ് മധ്യസ്ഥാനത്താക്കി മാക്സിമം താത്തെടുത്തിട്ട് ഉപയോഗിക്കുക. പിന്നെ വാതിൽ അല്ലെങ്കിൽ വിൻഡോസ് അങ്ങനെ കൊടുക്കണമൊക്കെ നമുക്കിപ്പോൾ 1/2 സെൻറ്റ് എന്നാലും വാതിൽ കൊടുക്കുന്ന നമുക്ക് തന്നെ പോസ്റ്റിൽ വയ്ക്കാൻ സാധിക്കും. പിന്നെ അകത്ത് ഒരു മുറിയല്ലേ കിട്ടുള്ളൂ വലുതായിട്ടല്ലോ, വേറെ ഒന്നും അവിടെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവരൊക്കെ തന്നെ ഇങ്ങനെ 3 നിലയായിട്ടാണ് സാങ്ഷൻ കിട്ടുന്നത്. വന്ന് കയറുന്നത് സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഡ്രായ് ഹാൾ മാത്രമായിരിക്കും. രണ്ടാമത്തിന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് അവർക്ക് അടുക്കളയും ഊണുമുറിയായിരിക്കും. പിന്നെയും കറങ്ങി ഉയരമായിരിക്കും മുറി, കിടക്കുമുറി. ഇങ്ങനെയൊക്കെയാണ് ഈ 1 സെൻറ്റിനകത്തൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് വെച്ച് അറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, 100% നമുക്കതിൽ 1 സെൻറ്റിൽ വീട് വയ്ക്കുമ്പോൾ വാസ്തുശാസ്ത്രം പരിപൂർണമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ് വിട്ടുവീഴ്ച കാണിച്ചാൽ മാത്രമേ അതിനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാം 100% ഒരു വീട് വയ്ക്കാമോ എന്ന് കെട്ടുന്നാൽ സാധിക്കില്ലെന്നേ ഞാൻ പറയുള്ളൂ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മറ്റുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം അതാണ് എനിക്ക് ചോദിച്ചത്. ഇനി അതായത് കാർ ഷെഡിലാകാമോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ സ്പേസ് ഫ്രണ്ടിലാണ്. അപ്പോൾ നേരെ വീടിൻ്റെ മുൻവശത്തെ സ്ഥാനമുള്ളൂ, ബാക്ക് സൈഡ് സ്ഥാനമില്ല. അപ്പോൾ മുൻവശത്ത് അങ്ങനെ സെപ്റ്റിക് ടാങ്ക് എടുക്കാൻ പറ്റും. എവിടെ നമുക്ക് ഉചിതമായിട്ട് ഏറ്റവും ഉചിതം പിന്നെ ഉള്ള സ്ഥലത്ത് നടത്താം. നമുക്ക് സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന ഭാഗത്ത്, ഡയറക്റ്റായിട്ട് സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ സൂര്യകിരണങ്ങൾ ഏറ്റവും പതിക്കുന്ന ഭാഗം, കറക്റ്റായിട്ട് പതിക്കുന്ന ഭാഗം ശരിക്ക് ഉച്ചകഴിഞ്ഞാൽ പടിഞ്ഞാറ് കറക്റ്റായി കിട്ടും. നല്ല സൂര്യപ്രകാശം കിട്ടും. രാവിലെ വേണേൽ ഉച്ചവരെ കിഴക്കിനായിട്ട്. അപ്പോൾ കിഴക്കിൻ്റെ മധ്യഭാഗത്ത് എടുക്കുന്നതിന് നിയമം തടസ്സമില്ല. അതുപോലെ പടിഞ്ഞാറിൻ്റെ മധ്യഭാഗത്ത് എടുക്കുന്നതിന് തടസ്സമില്ല. ഈ മൂലകൾ ചേർത്ത് നമുക്ക് സെപ്റ്റിക് ടാങ്ക് പാടില്ല. പിന്നെ ഈ വീടുകൾ വച്ച് വിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ദോഷം കാണിക്കുന്നത്. അവർ ഈ 3 സെൻറ്റ് 2.5 സെൻറ്റിനകത്തൊക്കെ ഒരു അടിച്ച് ഒപ്പിച്ചിട്ട് സെപ്റ്റിക് ടാങ്കിന് അവിടെ ഇൻക്ലൂഡിങ് ഒരു കാർ പോർച്ചിനകത്താക്കി കളയും. അത് വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കാർ പോർച്ചിനെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അത് നല്ല ശക്തമായ ദോഷം ഉണ്ടാക്കും. അത് ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് കിഴക്ക് ദർശനം നിൽക്കുന്ന വീടാണെങ്കിൽ തെക്ക് കിഴക്ക് അഗ്നികോണിൽ തന്നെയാണ് കാർ പോർച്ച് വരും. ആ അഗ്നികോണിൽ നല്ല കാർ പോർച്ച് നല്ല സ്ഥാനമാണ്. അതിനടിയിൽ കൊണ്ട് ഈ സെപ്റ്റിക് ടാങ്ക് കൊടുത്താൽ എല്ലാം പോയി. വീട്ടിൽ എന്നും അസുഖമായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. പലരും ഈ പറഞ്ഞ സാറ് സൂചിപ്പിച്ച പോലെ വീട് പണിഞ്ഞു വെക്കുന്നവർ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ല, അത് ആപത്താണ്. ഒരിക്കലും അങ്ങനെ അല്ല, വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം. നിങ്ങളെവിടെ കാർ പോർച്ചുണ്ട്, നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് എവിടെയാണെന്ന് ചോദിക്കണം. സെപ്റ്റിക് ടാങ്ക് ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ അത് വാങ്ങണ്ട.
കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പൊളിച്ച് എടുക്കുകയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. കാരണം സ്ഥലവും കിട്ടൂല. അതുകൊണ്ട് ഇല്ല, ഈ ചില ആൾക്കാർ ഇതിനകത്തിനൊരു കിണറും സ്ഥാപിച്ചിരിക്കും. കിണറും കിഴക്കേ മൂലഭാഗത്ത് ആ ഭാഗത്തൊരു കിണറും എടുത്തിരിക്കുക, ആഴത്തിൽ കിണറും എടുത്തിരിക്കും. ചില വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പല പല പ്ലേസുകളുണ്ടല്ലോ, അവിടെ ഈ വാട്ടർ സപ്ലൈ പലയിടത്തും കാറ്റായിരിക്കും കിട്ടുന്നത്, വെള്ളം കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു കിണർ എടുക്കും. ആ കിണറും ഈ പിന്നെ സെപ്റ്റി ടാങ്കോട്ട് നമുക്ക് 7 മീറ്റർ അകലം വേണം. 7 മീറ്റർ അകലം ഇല്ലെങ്കിൽ അതിൻ്റെ ഊറ്റ്, സെപ്റ്റി ടാങ്കിൻ്റെ ഊറ്റ് കിണറ്റിലേക്ക് പോകും. അത് വേറെ ഗുരുതരമായ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു അറിവിന് വേണ്ടി പറയണം. 2 സെൻറ്റോ 3 സെൻറ്റോ ഉള്ള സ്ഥലത്തൊരു വീട് വെച്ച് വിൽക്കുന്നവരാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിൽ കിണറും കൂടെ ഉണ്ടെങ്കിൽ സെപ്റ്റി ടാങ്ക് നോക്കണം, കാർ പോർച്ചിനകത്താണോ നോക്കണം, ഈ സെപ്റ്റി ടാങ്കും കിടക്കുന്ന സെപ്റ്റി ടാങ്കും ഈ കിണറുമായിട്ട് എത്ര അകലമുണ്ട് നോക്കണം. ഇല്ലെങ്കിൽ ആ വെള്ളമായിരിക്കും നമ്മൾ കുടിക്കേണ്ടി വരിക, അസുഖങ്ങൾ ബാധിക്കും. ഇങ്ങനെ ചില കാര്യങ്ങൾ നോക്കി അല്ലാതെ ഈ റെഡിമെയ്ഡ് വീട് വാങ്ങുന്നത് വളരെ 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 ദോഷമാണ്. ഇപ്പോൾ അതൊരു നല്ലൊരു ബിസിനസ്സാണ്. റെഡിമെയ്ഡ് വീട് വെച്ച് കൊടുക്കുക എന്നൊരു ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ആപത്തിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കണമെന്ന് അർത്ഥം. അതുപോലെ തന്നെ ഈ സെപ്റ്റി ടാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ചിലർക്ക് സെപ്റ്റി ടാങ്ക് വയ്ക്കുമ്പോൾ ടാങ്കായിട്ട് വെക്കണമല്ലോ, കുഴിച്ച് കുഴിയായിട്ട് നിർത്തണം. കാരണം ഇപ്പോൾ റെഡിമെയ്ഡ് സാധനങ്ങളുണ്ടല്ലോ സെപ്റ്റി ടാങ്കിൽ. അപ്പം അങ്ങനത്തെ സാധനം വയ്ക്കുന്നതാണോ നല്ലത്? ഒരു 3.5 സെൻറ്റാണ് പറയുന്നത് വസ്തു. അപ്പോൾ അതാണോ? കാരണം ഈ ഫ്രണ്ടിൽ വെക്കുന്ന കാര്യം അവർക്ക് ഫ്രണ്ട് അത് ചോദിച്ചിരിക്കുന്നത്, മുൻവശത്താണ് വെക്കാനായിട്ട് സ്പേസ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളതാണ്. റെഡിമെയ്ഡ് ആണെങ്കിലും കുഴിയാണെങ്കിലും വീടിൻ്റെ പ്രധാനപ്പെട്ട 4 മൂലകൾ, വടക്കിഴക്കേ മൂലഭാഗം, തെക്ക് കിഴക്കേ മൂലഭാഗം, തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം, വടക്ക് പടിഞ്ഞാറ് മൂലഭാഗം, ഈ 4 മൂലകളിലും റെഡിമെയ്ഡ് ടാങ്കാണെങ്കിൽ PVC ടാങ്കാണ് അത് ഉദ്ദേശിച്ചത്. അവിടെ മൂലയിൽ ചേർത്ത് വയ്ക്കരുത്, മൂലയിൽ വയ്ക്കരുത്. ഈ എൻ്റെ മധ്യസ്ഥാനത്ത് കൊടുത്തിട്ട് ഔട്ട്ലെറ്റൊക്കെ മാറ്റിയും തിരിച്ചവർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലും കിട്ടുന്ന ഇപ്പോൾ PVCയുടെ ടാങ്കുകളാണ്. അത് വയ്ക്കുന്ന നിയമ തടസ്സമില്ല, പക്ഷേ എങ്കിലും അത് മൂലയിൽ വരല്ലേ എന്നർത്ഥം. തീർച്ചയായും. അപ്പം ഈ സെപ്റ്റി ടാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടാൻ ഇടവരാത്ത രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച്, അതായത് ഒരു പുതിയ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പണിയാതെ മറ്റെവിടെയെങ്കിലും വിൽക്കാനിരിക്കുന്ന വീട് വാങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഒരു വാസ്തു എക്സ്പെർട്ടിനെ കൊണ്ടുപോയി നോക്കുന്നതോടൊപ്പം തന്നെ ആ വീട് പണിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ചോദിക്കുക, എവിടെയാണ് സെപ്റ്റി ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് നോക്കി അതിൻ്റെ ദോഷവശങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപകടം അവിടെയാണ് പതിഞ്ഞ് ഇരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വേണം ചെയ്യാനുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അതിലേക്ക് കോൺസെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉപദേശം തേടാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.